മെർസിഡീസ് എസ് ക്ലാസ് എന്ന് പറയുമ്പം ഒരുവിധം എല്ലാവരുടെ ഡ്രീം കാറിലോ അല്ലെങ്കിൽ ഒരു ആസ്പയർ ചെയ്യുന്ന ഒരു കാർ മോഡലാണ്. എന്നാൽ അത് എല്ലാവർക്കും അഫോർഡബിൾ അല്ലാത്തതുകൊണ്ട് തന്നെ ഒരു ബേബി എസ് ക്ലാസ് എന്നും ഒരു മെർസിഡീസ് ടേബിൾ ഉണ്ടാവാറുണ്ട്. ഇന്നിപ്പോൾ ഉള്ള ബേബി എസ് ക്ലാസ് ആയിട്ട് പറയുന്നത് മെർസിഡീസിൻ്റെ സി ക്ലാസ് ആണ്. സി ക്ലാസിൻ്റെ 205 എന്ന് പറയുന്ന ലേറ്റസ്റ്റ് ജനറേഷൻ, അതായത് 5th ജനറേഷൻ മോഡലാണ് ഇന്നിപ്പോൾ ഇന്ത്യയിൽ സെയിൽ ചെയ്യുന്നത്. നേരത്തെ ഉണ്ടായിരുന്ന C220 CDI അല്ലെങ്കിൽ C220D എന്ന് പറയുന്ന മോഡലായിരുന്നെങ്കിൽ ആ ഒരു പവർ ട്രെയിൻ ഒരു അപ്ഗ്രേഡേഷൻ കൊണ്ടുവന്നിട്ട് പുതിയൊരു പവർ ട്രെയിൻ കൊണ്ടുവന്നൊരു മോഡലാണ് C250D എന്ന് പറയുന്ന മോഡൽ. സോ ഇന്ന് കാർ ഓഫ് ഡിമാൻഡിലുള്ളത് C250D എന്ന വേരിയൻ്റ്. സി ക്ലാസ് എന്ന് പറഞ്ഞാൽ മെർസിഡീസിൽ ഏറ്റവും അധികം സെല് ചെയ്യുന്ന ഗ്ലോബൽ മോഡൽ ഒന്നാണ്. ഇന്ന് നമുക്കറിയാം ഈ ഒരു സെഗ്മെൻറ്റിൽ ഒരുപാട് പ്ലേയേഴ്സ് ഉണ്ട്. അത് പ്രോമിനൻ്റ് ആയിട്ട് നിൽക്കുന്ന BMW 3 Series ഉണ്ട്, A4 ഉണ്ട്, അതുപോലെ തന്നെ വോൾവോൻ്റെ S60 ഉണ്ട്. ഇങ്ങനത്തെ മോഡൽസ് എല്ലാം ഉണ്ടെങ്കിലും സി ക്ലാസിൻ്റെ സ്റ്റാൻഡ്സ് ഇന്ത്യൻ മാർക്കറ്റിൽ എന്നും ഉണ്ടായിട്ടുണ്ട്. അത് മെർസിഡീസിനോട്ടുള്ളൊരു ലവായിട്ടാണ് നമുക്ക് കരുതാൻ. പക്ഷേ ഈ പുതിയ ജനറേഷൻ സി ക്ലാസ് വന്നപ്പോൾ അതിന് കിട്ടിയിരിക്കുന്ന ആക്സെപ്റ്റൻസ് എന്ന് പറയുന്നത് ശരിക്കും അത് ഡിസേർവ് ചെയ്യുന്ന ഒരു ആക്സെപ്റ്റൻസ് ആണ്. ഡിസൈൻ വൈസ് ആണെങ്കിലും ശരി, അതുപോലെ തന്നെ ബിൽഡ് ക്വാളിറ്റിയിലും ഇൻറ്റീരിയറിലും പവർ ട്രെയിനിലും എല്ലാം തന്നെ ഫാർ ഹെഡായിട്ട് വന്നിരിക്കുന്ന ഒരു മോഡലാണ് പുതിയ സി ക്ലാസ്. ഇപ്പം പുതിയ സി ക്ലാസിൻ്റെ ഡിസൈനിനെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ എസ് ക്ലാസിൻ്റെ ഏറ്റവും അധികം ഇമിറ്റേറ്റ് ചെയ്യുന്നൊരു ഭാഗം എന്ന് പറയുന്ന ഡിസൈനിലാണ്. ശരിക്കും മെർസിഡീസിൻ്റെ പുതിയ ഡിസൈൻ ഫിലോസഫി ഏറ്റവും അധികം ഉൾത്തിരിഞ്ഞ് വന്നിരിക്കുന്ന ഒരു മോഡലും കൂടിയാണ് സി ക്ലാസ്. പുതിയ ഡിസൈനിൽ വന്നിരിക്കുന്ന ഒരു ക്യാരക്ടർ ലൈനായിട്ടുള്ള ഡ്രോപ്പിംഗ് ലൈൻ എന്ന് പറഞ്ഞ ലൈന്, പ്രൊപ്പോർഷൻ, അതുപോലെ തന്നെ ഫ്രണ്ടിലെ ഹെഡ്ലൈറ്റ്, ടെയിൽ ലൈറ്റ്, അതുപോലെ ഒരു ഡിസൈൻ്റെ എല്ലാ ആസ്പെക്റ്റിലും എസ് ക്ലാസിൻ്റെ ടച്ച് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അത് തന്നെയാണ് പുതിയ മെർസിഡീസിൻ്റെ ഡിസൈൻ ഫിലോസഫിയിലും വന്നിരിക്കുന്നത്. പക്ഷേ ഇൻറ്റീരിയറിലേക്ക് വരുമ്പം ഡിസൈൻ വൈസ് എസ് ക്ലാസിന് സിമിലാർ അല്ലെങ്കിലും ബിൽഡ് ക്വാളിറ്റിയും അതുപോലെ തന്നെ മെറ്റീരിയൽ യൂസേജിലാണ് എസ് ക്ലാസ് ആയിട്ട് സിമിലാരിറ്റി ഉള്ളത്. സി ക്ലാസിൻ്റെതായ ഒരു ഐഡൻറ്റിറ്റി ഇൻറ്റീരിയറിൽ കൊടുക്കാൻ സാധിച്ചിട്ടുണ്ട്. സോ ഡിസൈനിലും അതുപോലെ തന്നെ ബിൽഡിലെല്ലാം തന്നെ ഒരു പുതിയൊരു സ്റ്റേറ്റ്മെൻറ്റ് കൊണ്ടുവരാൻ സി ക്ലാസ്സിൽ സാധിച്ചിട്ടുണ്ട്. ഡിസൈനിലാണ് എനിക്ക് തോന്നുന്നത് എസ് ക്ലാസിൻ്റെ ഒരു ഇമിറ്റേഷൻ വന്നെങ്കിലും സി ക്ലാസിന് ഒരു സ്റ്റാൻസ് ഉണ്ട്. അതുപോലെ തന്നെ ആളുകളെ അട്രാക്ഷൻ കൂട്ടാൻ വേണ്ടി ഇന്ത്യയിൽ കൊണ്ടുവന്നിരിക്കുന്ന അവോൻഗാർഡ് എന്ന് പറഞ്ഞ സ്പോട്ട് ഗ്രില്ലാണ് സെൻട്രലിലെ ലോഗോ വരുന്നത്. സോ ഈ ആസ്പെക്റ്റെല്ലാം കൂട്ടി ഇളക്കി വരുമ്പം ബേബി എസ് ക്ലാസ് എന്നുള്ള പേരിന് ഇന്നിപ്പോൾ അനുയോജ്യമായി നിൽക്കുന്നൊരു മോഡൽ പുതിയ സി ക്ലാസ്സിലാണ്. സി ക്ലാസ്സിലെ ഇൻറ്റീരിയറിനെ കുറിച്ച് വീണ്ടും മെൻഷൻ ചെയ്യുകയാണെങ്കിൽ ഈ ഒരു സെഗ്മെൻറ്റിൽ ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടുള്ള ഇൻറ്റീരിയറാണ് വന്നിരിക്കുന്നത്. അതിൽ ബിൽഡ് ക്വാളിറ്റിയിലും അതുപോലത്തെ മെറ്റീരിയൽ യൂസേജിലും നമുക്കൊരു പ്രീമിയം ഫീലും ടച്ചും അതുകൊണ്ട് തന്നെ ഈ ഒരു സെഗ്മെൻറ്റിൽ ഏറ്റവും ബെസ്റ്റായിട്ട് വന്നിട്ടുണ്ടെങ്കിലും മറ്റുള്ള ആസ്പെക്റ്റിൽ ശരിക്കും നമുക്ക് ഈ ഒരു സെഗ്മെൻറ്റ് പാറായിട്ട് നിൽക്കുന്ന കുറേ കാര്യം കാണാൻ പറ്റുന്നുണ്ട്. ഇപ്പോൾ റിയർ സീറ്റിനെ കുറിച്ച് പറയുമ്പം ഈ ഒരു സെഗ്മെൻറ്റിൽ ഏറ്റവും കംഫർട്ടബിൾ ആണെങ്കിലും ഏറ്റവും ബെസ്റ്റ് എന്ന് വേണം വിളിക്കാൻ പറ്റില്ല. കാരണം സ്പേസ് വൈസ് എല്ലാം തന്നെ കോമ്പറ്റീഷനായിട്ട് ഓൾമോസ്റ്റ് സെയിം സ്പേസ് ആണ് ലഭിക്കുന്നത്. പക്ഷേ ഫ്രണ്ട് സീറ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഫ്രണ്ട് സീറ്റ് കുറേ കൂടെ കംഫർട്ടബിളും കുറേ കൂടെ നല്ലൊരു ഹഗ്ഗിങ് ഫീലും ലഭിക്കുന്ന ഒരു സീറ്റായിട്ട് ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. എനിക്ക് ഏറ്റവും അട്രാക്റ്റീവായി തോന്നിയിരിക്കുന്ന ഡാഷ് ബോർഡും അതിൻ്റെ ഡിസൈനുമാണ്. ഒരു 5 റൗണ്ട് എയർവെൻ്റോട് കൂട്ടുള്ള ഡിസൈനാണ്. ആ സെൻട്രൽ കൺസോളിൽ കൊടുത്തിരിക്കുന്ന വുഡ് പാനലിങ്, അതിന് കൊടുത്തിരിക്കുന്ന കളർ ട്രീറ്റ്മെൻറ്റ്, ഇതെല്ലാം തന്നെ മെർസിഡീസിൻ്റെ ഒരു പുതിയൊരു ട്രീറ്റ്മെൻറ്റിൽ അല്ലെങ്കിൽ പുതിയൊരു സ്റ്റൈലിംഗ് സ്റ്റേറ്റ്മെൻറ്റിൽ വന്നിരിക്കുന്ന കാര്യങ്ങളാണ്. സോ ഓൾടുഗദർ ഇൻറ്റീരിയറിലൊരു ലിവിങ് സ്പേസ് നല്ലോണം ഉണ്ട്, നല്ല എൻജോയ് ചെയ്യുന്ന ലിവിങ് സ്പേസ് ആണ്. അതുപോലെ തന്നെ ഒരു പ്രീമിയം ഫീൽ ലഭിക്കുന്ന ബിൽഡ് ക്വാളിറ്റി മെറ്റീരിയൽ യൂസേജും ഉണ്ട്. ഇതെല്ലാം മിക്സ് ചെയ്ത് വരുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു സെഗ്മെൻറ്റിൽ വൺ ഓഫ് ദി ബെസ്റ്റ് ഇൻറ്റീരിയർ എന്ന് തന്നെ പറയാൻ പറ്റുന്നുണ്ട്.
220 നിന്ന് 250 ആയിട്ട് മാറിയപ്പോൾ വന്നിരിക്കുന്ന മാറ്റം എന്ന് പറഞ്ഞാൽ പവർ ഔട്ട്പുട്ടിൽ വന്നിരിക്കുന്ന ഒരു മാറ്റമാണ്. സെയിം പവർ ട്രെയിൻ, അത് എഞ്ചിൻ 2.1 ലിറ്റർ ആണെങ്കിൽ അതിൻ്റെ ട്യൂണിങ് മാറ്റി 207 HP പവറും അതുപോലെ തന്നെ 500 Nm ടോർക്കുമാക്കി മാറ്റി. ഇത് തന്നെയാണ് ഏറ്റവും വലിയൊരു അപ്ഗ്രേഡേഷൻ എന്ന് പറയുന്നത്. അത് ശരിക്കും ഫീൽ ചെയ്യാവുന്ന തരത്തിൽ തന്നെ നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്നുണ്ട്. എന്നാൽ ഇതിൻ്റെ കൂടെ വന്നിരിക്കുന്ന വലിയൊരു മാറ്റം എന്ന് പറയുന്നത് 7 സ്പീഡിൽ നിന്ന് 9 സ്പീഡ് ഗിയർ ബോക്സ് ആയിട്ട് മാറിയിട്ടുണ്ട്. സോ ദാറ്റ് ഈസ് അനദർ ബിഗ് അഡീഷൻ. അത് നമുക്ക് ശരിക്കും എഫിഷ്യൻസിക്ക് എല്ലാം തന്നെ ഗുണം കിട്ടുന്ന രീതിയിലുള്ള നല്ലൊരു പെർഫോമൻസ് കാഴ്ചവെക്കാവുന്ന ഒരു പവർ ട്രെയിൻ തന്നെയാണ്. എന്നാൽ ഇതിൻ്റെ പുറമേ മറ്റുള്ള പല ആസ്പെക്ട്സ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു 3 സീരീസിനെ കോമ്പീറ്റ് ചെയ്യാവുന്ന തരത്തിലുള്ള ഡ്രൈവിംഗ് ഡൈനാമിക്സ് ഇപ്പം സി ക്ലാസ്സിൽ ലഭിക്കുന്നുണ്ട്. അതിന് മെർസിഡീസ് നല്ലൊരു ഹോംവർക്ക് ചെയ്തിട്ടുണ്ടെന്ന് വേണം പറയാൻ. നേരത്തെ തന്നെ എല്ലാ സി ക്ലാസ്സിലും ഡ്രോബാക്ക് അല്ലെങ്കിൽ മീറ്റ് ചെയ്യാൻ പറ്റാതിരുന്ന ഒരു ആസ്പെക്റ്റാണ് ഡൈനാമിക്സ്. അത് പുതിയ സി ക്ലാസ്സോട് കൂടിയിട്ട് ഇപ്പോൾ വെയിറ്റ് റേഷ്യോ മാനേജ് ചെയ്യാൻ പറ്റും, സസ്പെൻഷൻ ട്യൂണിങ്ങിനെ കൊണ്ടെല്ലാം ലഭിച്ചിട്ടുണ്ട്. അത് ശരിക്കും നമ്മൾ ഏതൊരു ഹാർഡ് കോർ ഡ്രൈവിലും മനസ്സിലാവുന്നുണ്ട്. പിന്നെ മെർസിഡീസിൻ്റെ എന്നുള്ളൊരു ഐഡൻറ്റിറ്റിയാണ് ട്രാവലിംഗ് കംഫർട്ട്. അതും റീറ്റെയിൻ ചെയ്യുന്നതിൽ മെർസിഡീസ് സക്സസ്ഫുൾ ആയിട്ടുണ്ട്. ഇന്നിപ്പോൾ വന്നിരിക്കുന്ന പുതിയ ടയർ സിസ്റ്റം എഫിഷ്യൻറ്റ് റണ്ണിങ് ആയിട്ടുള്ള ടയർ സിസ്റ്റം ആണ്. കുറച്ച് ഹാർഡ് വാൾസാണ് സൈഡ് വാളിൽ വരുന്നത്. അപ്പോൾ കുറച്ചൊരു ഹാഷ്നെസ് ലെവൽ 220 ഫീൽ ചെയ്തിട്ടുണ്ട്. പക്ഷെ അതും 250 ഓവർകം ചെയ്തിട്ടുണ്ട്. പിന്നെ വന്നിരിക്കുന്ന സ്റ്റിയറിംഗ് ആണ്. സ്റ്റിയറിംഗ് സ്പീഡ് സെൻസിറ്റീവ് സ്റ്റിയറിംഗിൽ നമുക്ക് സിറ്റി മാനേവറബിലിറ്റിക്ക് വളരെ എളുപ്പം യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഹാർഡ് കോർ ഡ്രൈവ് ചെയ്യുമ്പോൾ കുറച്ചൊരു കമ്മ്യൂണിക്കേഷൻ കുറവുള്ളതായിട്ട് തോന്നുമെങ്കിലും മറ്റുള്ള മോഡലിൽ മുമ്പുണ്ടായിരുന്ന മോഡലിൽ വളരെ ഇമ്പ്രൂവ്മെൻറ്റ് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. സോ ഓൾ ടുഗദർ ഒരു മിക്സ് ഓഫ് ഇമ്പ്രൂവ്മെൻറ്റ്സ് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. സേഫ്റ്റിക്കാണെങ്കിലും മെർസിഡീസിൻ്റെ ഐഡൻറ്റിറ്റിയിൽ ഒരു 6 എയർ ബാഗ് സ്റ്റാൻഡേർഡായിട്ട് വരുന്നുണ്ട്. സോ ഈ ഒരു ആസ്പെക്റ്റിൽ വെച്ച് നോക്കുകയാണെങ്കിൽ ഒരു മെർസിഡീസ് ലവർ അല്ലെങ്കിൽ മെർസിഡീസ് ബയറിന് എന്നും തന്നെ ഒരു ടിക്ക് ചെയ്യാവുന്ന എല്ലാ ബോക്സസും ടിക്ക് ചെയ്തിട്ട് തന്നെയാണ് 250 വന്നിരിക്കുന്നത്. അതിൻ്റെ പുറമെ പുതിയ പവർ ട്രെയിനാണ് എൻ്റെ പ്രശ്നം. Have fun, drive safe. A car, dream for some, style statement for many. Always wear your seatbelts and have a safe journey. This is Dhruv signing off. എല്ലാവരെയും പോലെ ബാല്യത്തിൻ്റെ ഓർമ്മകളിൽ ഞാനും സന്തോഷിക്കാറുണ്ട്. മുറ്റത്ത് വന്ന ഉമ്മാക്കിയെ കണ്ട് ഭയന്നതും മഴത്തുള്ളിയിൽ കളിച്ചതും അച്ഛൻ്റെ വടിയെ പേടിച്ചോടിയതും കണ്ണാടിക്ക് മുമ്പിൽ ആദ്യ അഭിനയം പഠിച്ചതും എല്ലാം ഓർമ്മിക്കാനൊരിടം. അപ്പോഴും നനഞ്ഞ കുപ്പായത്തിൽ സ്കൂളിൽ വന്നിരുന്ന എൻ്റെ കൂട്ടുകാരനെ ഞാൻ ഓർക്കുന്നു. അവൻ്റെ മാത്രമല്ല, ആ നാടിൻ്റെ ആവശ്യമായിരുന്നു ഈ പാലം. നാളേക്ക് വേണ്ടി എനിക്ക് ചെയ്യാനായത് ചെറുതാണെങ്കിലും ഇന്ന് നാം പണിയുന്നത് നാളെയുടെ ചരിത്രമാണ്. കൈരളി TMT സ്റ്റീൽ ബാസ്, ദ ചോയ്സ് ഓഫ് എ ലൈഫ് ടൈം.